നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ കുടലിലെ ബാക്ടീരിയയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ആ ബാക്ടീരിയ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു അഡീഷണൽ അവയവം പോലെയാണ് ഇവ ആക്ട് ചെയ്യുന്നത്. നമ്മളുടെ ഡൈജഷൻ, ദഹനം, അത് കഴിഞ്ഞ് ഫുഡിൻ്റെ മെറ്റബോളിസം, അതിനെ തിരിച്ച് എനർജി ആക്കുന്നത്, ഇമ്മ്യൂണിറ്റി, നമുക്ക് അസുഖങ്ങൾ വരാതെ നോക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ തലച്ചോറ്, നമ്മളുടെ മൂഡ്സ്, ഇതിനെയൊക്കെ നമ്മളുടെ ഗട്ട് മൈക്രോബ്സ് അഫക്റ്റ് ചെയ്യുന്നു. അത് ഡൈജസ്റ്റീവ് ആൻഡ് മെറ്റബോളിക് ഫങ്ഷൻസ് എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഡയറ്ററി ഫൈബർ, നമ്മൾ കഴിച്ചതിലെ ഫൈബറിനെ, റെസിസ്റ്റൻസ് സ്റ്റാർച്ചിനെയും മ്യൂസിലേജിനെയും പെക്റ്റിൻസ്, അങ്ങനെയൊക്കെയുള്ള ഫൈബറിനെയൊക്കെ അത് ദഹിപ്പിക്കുന്നു. അതിൽ നിന്ന് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നു. അത് നമ്മളുടെ കുടലിനെ സംരക്ഷിക്കുന്നു, നമ്മളുടെ ശരീരത്തിൽ ആൻറ്റി ഇൻഫ്ലമേഷൻ ഉണ്ടാകാതെ നോക്കുന്നു, മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ അവ ചെയ്യുന്നു. പിന്നെ അത് വൈറ്റമിൻസിനെ സിന്തസൈസ് ചെയ്യും. നമ്മൾ കഴിച്ചത് ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസിനെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. വൈറ്റമിൻ കെ, ബി വൈറ്റമിൻസ്, B1, B2, B3, B5, B6, B7, B9, ആൻഡ് ഇൻ സം കേസസ് B12 കുടലിലെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രോട്ടീൻസിനെയും ഫാറ്റിനെയും ഡൈജസ്റ്റ് ചെയ്യുന്നു. അതിന് ഫാറ്റ് അബ്സോർപ്ഷനെയും ബൈലിൻ്റെ റീസൈക്ലിങ്ങിനെയും കുടലിലെ ബാക്ടീരിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം ടീച്ചസ് ദ ബോഡി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രണ്ട്ലി വേഴ്സസ് ഹാംഫുൾ ബാക്ടീരിയ. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുന്നു. കുടലിൻ്റെ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് കുടലിൻ്റെ ബാരിയർ ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ ഇരിക്കുന്നു, ടൈറ്റ് ജംഗ്ഷനായിട്ടിരിക്കുന്നത്, അകന്നു പോയി നമുക്ക് ലീക്കി കട്ട് ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മ്യൂസിൻ എന്ന് പറയുന്ന കുടലിൻ്റെ ലൈനിങ്ങിലുള്ള ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഗട്ട് ലൈനിങ്ങിനെ ഹീൽ ചെയ്യുന്നു. പിന്നെ ചീത്ത ബാക്ടീരിയയ്ക്ക് എഗൻസ്റ്റ് ആക്ട് ചെയ്യുന്നു, ഫൈറ്റ്സ് അഗൻസ്റ്റ് പാത്തജൻസ്, അങ്ങനെ കമ്പീറ്റ്സ് ഫോർ ന്യൂട്രിയൻസ് ആൻഡ് സ്പേസ്, പ്രൊഡ്യൂസ് ആൻറ്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ്, ഇതുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് കൊണ്ട് അതുങ്ങളെ നശിപ്പിക്കുന്നു. ആസിഡിക് കോളൻ എൻവയൺമെൻറ്റ് അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഗട്ട് വോളും മ്യൂക്കസ് ലെയറിനെയും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഗട്ടിൻ്റെ മോട്ടിലിറ്റിയും ബവൽ റെഗുലാരിറ്റിയും, ഗട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നാലല്ലേ ഭക്ഷണം താഴോട്ട് പോകത്തുള്ളൂ, ആ മോട്ടിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ബവൽ റെഗുലാരിറ്റി ഈ ഗട്ട് ബാക്ടീരിയയാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ന്യൂറോളജിക്കൽ ആൻഡ് ഹോർമോണൽ റെഗുലേഷൻ, ഗട്ട് ബ്രെയിൻ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ അന്ന് ഒരു വീഡിയോ പറഞ്ഞായിരുന്നല്ലോ വേഗസ് നെർവിനെ കുറിച്ച്. സെറോട്ടോണിൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, പ്രീകേഴ്സേഴ്സ് ഉണ്ടാക്കുന്നു, ഡോപ്പമൈനിൻ്റെ പ്രീകേഴ്സേഴ്സ് ഉണ്ടാക്കുന്നു. പിന്നെ വേറെ ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളുടെ വേഗസ് നെർവ് സിഗ്നലിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്ട്രെസ്സും മൂഡും കോഗ്നിഷനും, നമ്മുടെ സ്ട്രെസ്സും നമ്മളുടെ മൂഡും നമ്മുടെ ഒരു ഗ്രഹിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റീനെ ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നു. അത് ഇമ്മ്യൂൺ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫങ്ഷൻ ചെയ്യുന്നു, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഓവർ റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. എനിക്കൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഓവർ റിയാക്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ അലർജൻ വന്നാൽ അത് ഞാനൊരു വീഡിയോ അടുത്ത താമസിയാതെ ഇടും. കൈയിടയിലൊക്കെ നമ്മുടെ സോറിയാസിസ് പോലെയൊക്കെ വരും. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. കാർസിനോജൻസിന് അഗൻസ്റ്റ് ക്യാൻസർ, ആൻറ്റി ക്യാൻസർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെ ഹോസ്റ്റിനെ ഡിഫെൻഡ് ആൻഡ് ഡീടോക്സ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടല്ലാത്ത ഗട്ട് മൈക്രോബ് ആണെങ്കിൽ നല്ലതല്ല, ചീത്ത കൂടുതൽ
അങ്ങനെയൊക്കെ ആകുമ്പോൾ, അതുപോലെ അത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ മുകളിലേക്ക് വരിക, ഇതൊക്കെ കൂടുതൽ മൈക്രോബ്സ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്, അത് മുകളിലോട്ട് വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഒബീസിറ്റി, ഡയബറ്റിസ്, അലർജീസ്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ന്യൂറോ ഡീജനറേറ്റീവ് റിസ്ക് ലൈക്ക് ഡിമെൻഷ്യ, മെറ്റബോളിക് സിൻഡ്രോം ആൻഡ് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ ഈ ഗട്ട് മൈക്രോബ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം, എത്ര തരമുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം. കുറേശ്ശെ പറയുന്നതാണ് നല്ലത്. എൻ്റെ തൊണ്ടയും ഇച്ചിരി പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. നന്ദി, നമസ്കാരം.